പുതിയ അവസരമാണ്. കഴിഞ്ഞ ദിവസത്തെ ചിന്തകളും ആശങ്കകളും മറന്ന് പുതിയ ഊർജത്തോടെ ഇപ്പോൾ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചിന്തിച്ച് പുഞ്ചിരിയോടെ നമുക്ക് ജീവിക്കാം എന്ന ശുഭചിന്തയോടെ ഇന്നത്തെ 238ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിന് നേതൃത്വം നൽകുന്നത് അവർ ലേഡി ഓഫ് സോറോസിന്റെ സെക്കൻഡ് ഗ്രൂപ്പാണ്. പ്രാർത്ഥന ഗാനം ആലപിക്കുന്നതിനായി മേരി ഷാജുവിനെ ക്ഷണിക്കുന്നു. ശിലോഹാക്കുളമെവിടെയോ ബെസെയ്ദാക്കുളമെവിടെയോ ശാശ്വത രോഗ ശാന്തി നൽകാൻ യേശുവേ നീ മാത്രമേ. കണ്ണു കാണാതെ ഞാനിരുന്നു, കൈകാൽ തളർന്നു ഞാൻ കിടന്നു. കണ്ണു കാണാതെ ഞാനിരുന്നു, കൈകാൽ തളർന്നു ഞാൻ കിടന്നു. ശാശ്വത രോഗ ശാന്തി നൽകാൻ യേശുവേ നീ മാത്രമേ. ശിലോഹാക്കുളമെവിടെയോ ബെസെയ്ദാക്കുളമെവിടെയോ ശാശ്വത രോഗ ശാന്തി നൽകാൻ യേശുവേ നീ മാത്രമേ. താങ്ക് യു. ചേച്ചി പ്രാർത്ഥനാ സോങ് പാടിയതിന് വളരെയധികം നന്ദി. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ലിറ്റി ചേച്ചിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ക്ലബ് ഡയറക്ടറും ആയ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അവர்களാണ് നമ്മുടെ ഇന്നത്തെ അധ്യക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഫാദറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹാരാം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ വുമൺ വഡൂക്കരയിൽ വർക്ക് ചെയ്യുന്ന റവറൻ സിസ്റ്റർ ലില്ലി ജോസഫ് CHFനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി NHS HC1 നഴ്സിംഗ് ഹോമുകളിൽ 20 വർഷത്തോളം UK-യിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീമതി ഗ്രേസി ആന്റണി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേരുന്ന ശ്രീ ജിഷോയ് പെരുമ്പിലാവിനെയും ഏറ്റവും ആദരവോടുകൂടി ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അവർ ലേഡി ഓഫ് സോറോസ് സെക്കൻഡ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. അപ്പൊ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ഓതുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ലിറ്റി ചേച്ചി, വളരെ നന്നായി സ്വാഗതം എല്ലാവർക്കും ആശംസിച്ച് ചേച്ചിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീ ജോസ് കൊരട്ടിയെ ക്ഷണിക്കുന്നു. ഓക്കെ, കേൾക്കാലോ? കേൾക്കാം. ഒന്ന് രണ്ട് അറിയിപ്പുണ്ട്, അത് പറഞ്ഞിട്ടാവാം. ഇന്ന് അവർ ലേഡി ഓഫ് സോറോസിന്റെ സെക്കൻഡ് ഗ്രൂപ്പാണ് ഇന്നത്തെ മീറ്റിംഗ് നടത്തുന്നത്. അടുത്ത ആഴ്ച ഗ്ലോറിയ ഗ്രൂപ്പാണ് നടത്തുന്നത് ദർശനയുടെ. ഇന്ന് ജിനി അങ്കമാലി ഹാപ്പി ബർത്ത്ഡേ, ബിനു മണവാളൻ ഹാപ്പി ബർത്ത്ഡേ, ജെസി എരുമപ്പെട്ടി ഹാപ്പി ബർത്ത്ഡേ. ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് ഇത്രയും ഗ്രൂപ്പിലുള്ള അംഗങ്ങളുണ്ട്. ഓരോരുത്തരും ഈ കാണുന്ന നോട്ടീസും അനൗൺസ്മെന്റും സ്റ്റാറ്റസ് ഇടണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഗ്രൂപ്പിൽ ഇടുമ്പോൾ നോട്ടീസും അനൗൺസ്മെന്റും ഇടണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വരുന്ന എല്ലാ പരിപാടികളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറക്കരുത്, നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി മാസാവസാനം ചെയ്യുന്നത് ഇതുവരെ നറുക്കെടുപ്പായിരുന്നു, അത് വീണ്ടും പഴയ രീതിയിലേക്ക് വന്നത് ക്വിസ് ആയിരിക്കും. ക്വിസ് പ്രോഗ്രാം ആയിരിക്കും.
ഈ മാസം അവസാനത്തെ ദിവസം വരുന്നത്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻപാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറി കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസങ്ങൾ പ്രകടമാക്കുന്ന കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇങ്ങനെയുള്ള ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയരെ, 3/1/2026 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന 237ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥനാ ഗാനം ശ്രീ ജോയ് CJ പാവട്ടി. സ്വാഗതം കുമാരി റീന വടകര. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷനിലേക്ക്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ചാവറയച്ചന്റെ തിരുനാൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദർശന ഭവനം ചാവറയച്ചന്റെ സ്വപ്നമായിരുന്നു. നമുക്കും ഇന്ന് അങ്ങനെ ഒരു ഭവനം ഉണ്ടായിരിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. 4 തരക്കാറുണ്ട്. എന്റെ സ്വന്തം കാര്യം, എനിക്ക് ഞാൻ മാത്രം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൊടുക്കുന്ന സ്നേഹമായിരിക്കട്ടെ എന്ന നാം മാറണം. ഇന്ന് എത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതവും നന്ദിയും. നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ഉദ്ഘാടനം ചെയ്തത് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ആൽവിൻ അക്കര പട്ടേക്കൽ അച്ഛനായിരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. തോളമിളച്ച മുഖ്യാതിഥി, വിശിഷ്ടാതിഥി. ജീവിതത്തിൽ ആത്മവിശ്വാസം വേണം. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തുക. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മുഖ്യാതിഥിയായി വന്നത് അധ്യാപകനും സാഹിത്യകാരനുമായ ശ്രീ റാഫി നീലങ്കാവിൽ സാറായിരുന്നു. വലിയ സന്തോഷം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എന്റെ ഒരു വശം സ്ട്രോക്ക് വന്നതാണ്. എന്നിട്ടും പല മേഖലകളിൽ ജോലി ചെയ്യുന്നു. ഞാൻ യാത്രയിലാണ്. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ടാതിഥിയായി വന്നത് ഗുരുവായൂർ ഇങ്ങാപ്പുറം ഈസ്റ്റ് 4-ാം വാർഡ് കൗൺസിലർ ശ്രീ KS അനൂപ് സാറായിരുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ. സായിജുവാണ് എന്നെ യോഗത്തിലേക്ക് വിളിച്ചത്. സമൂഹത്തിന്റെ നന്മയ്ക്കും മറ്റുള്ള വളർച്ചയ്ക്കും വേണ്ട ഒരു കൂട്ടായ്മയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ഏറ്റവും വലുത്. ഈ സംരംഭം വളരെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് തിരുഹൃദയ ഗ്രൂപ്പ് അംഗം ശ്രീമതി ജെസ്സി എരുമപ്പെട്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ ഞങ്ങൾ 7 മക്കളുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഒരു കാലിന് നീളം കുറവാണ്. ലില്ലി ചേച്ചി വഴിയാണ് ദർശനത്തിലെത്തിയത്. ഗ്ലോറിയ ഗ്രൂപ്പിലും തിരുഹൃദയ ഗ്രൂപ്പിലും ചേർന്നു. എന്റെ ജീവിതത്തിൽ ജീവിത പങ്കാളി വന്നു. ഇപ്പോൾ സന്തോഷമാണ്. ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞു വേണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ കൂത്താട്ടുകുളത്താണ് ജീവിക്കുന്നത്. ഇതാണ് ഞാൻ. എല്ലാവർക്കും നന്ദി. ശശി പുതുരുത്തി ക്ലാര ഗാനാലാപനം നടത്തി. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി ബിന്ദു KK കൊടുങ്ങല്ലൂർ. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് സഭാ സമക്ഷം അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ശ്രീ KJ ജോസ് കൊരട്ടി. നന്ദി ശ്രീ ജോസേട്ടാ. അടുത്തതായി ഉദ്ഘാടനമാണ്. അതിനായി സ്നേഹാറാം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ വുമൺ വടൂക്കരയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന റവറന്റ് സിസ്റ്റർ ലില്ലി ജോസഫിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ സോളമനച്ച, ബഹുമാനരായ മാന്യ വ്യക്തികളെ, മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും. ഈ ഓൺലൈൻ വേദിയിൽ നാം ഒന്നിച്ചു കൂടുമ്പോൾ ദൂരം നമ്മെ വേർതിരിക്കുന്നില്ല. മനുഷ്യത്വവും സ്നേഹവും നമ്മെ ബന്ധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്നിവിടെ ഒന്നു ചേർന്നിരിക്കുന്നത് ഒരു ഉണർവിനാണ്, തിരിച്ചറിവിനാണ്, പുതുയാത്രയുടെ തുടക്കത്തിനാണ്. ഇത് വളരെ അർത്ഥവത്തായ ഒരു സംഗമമായി ഞാൻ കാണുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയും വ്യത്യസ്ത കഴിവുകളുടെ സമാഹാരമാണ്. നിങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരും സാധ്യതകളാണ്. ഈ സംഗമം വെറുമൊരു പരിപാടിയല്ല. ഇത് പരസ്പരം പ്രചോദനം നൽകുന്ന വേദിയാണ്. ആത്മവിശ്വാസം വളർത്തുന്ന ഇടമാണ്. സൗഹൃദത്തിന് ആക്കം കൂട്ടുന്ന നിമിഷങ്ങളാണ്. ഇവിടെ കാണപ്പെടുന്ന ഒരാളുടെ ജീവിതം മറ്റൊരാളുടെ പ്രതീക്ഷയാണ്. ഒരാളുടെ പുഞ്ചിരി മറ്റൊരാളുടെ ശക്തിയാണ്. ഓരോരുത്തരുടെയും സൃഷ്ടി വ്യത്യസ്തമായിരിക്കുന്നത് ഒരു മഹത്തായ ലക്ഷ്യത്തിനാണ്. ആരുടെയും ജീവിതം അപ്രധാനമല്ല, അനാവശ്യമോ അല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതയാത്ര അത്ര എളുപ്പമായിരുന്നില്ല. നിങ്ങൾ വീണിട്ടുണ്ട്, കരഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നിങ്ങൾ നിലനിന്നു. അതാണ് നിങ്ങളുടെ ശക്തി. അതാണ് നിങ്ങളുടെ വിജയം. നിങ്ങളുടെ ഈ ആത്മധൈര്യം ലോകത്തിന്, സമൂഹത്തിന് വലിയ പ്രചോദനം നൽകുന്നുണ്ട്. എല്ലാ മതങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യന്റെ മൂല്യം അവന്റെ ശരീര ശേഷിയിലല്ല, ഹൃദയത്തിന്റെ നന്മയിലാണ്. അന്ധകാരം ശപിക്കാനല്ല, ഒരു വിളക്ക് തെളിക്കാനാണ്. ലോകം പലപ്പോഴും നമ്മോട് ചോദിക്കും, നിനക്ക് എന്താണ് കുറവ്? എന്നാൽ ആത്മീയ ബോധം നമ്മോട് ചോദിക്കുന്നത്, നിനക്ക് ഉള്ളത് എന്താണ്? യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഉത്തരം, 5 അപ്പം. 5 അപ്പത്തെ യേശുവിന്റെ കരങ്ങളിൽ വെച്ചപ്പോൾ അത് 5000 പ്രതിസന്ധികൾ നമ്മെ തകർക്കാൻ വേണ്ടിയല്ല, നമ്മിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ ഉണർത്താൻ ജീവിതം നൽകുന്ന അവസരങ്ങളാണ്. നിങ്ങളുടെ ചുവട് മന്ദമായിരിക്കാം, നിങ്ങളുടെ ശബ്ദം മൃദുവായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ പ്രകാശം ഈ ലോകത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾ ലോകം കാണേണ്ടതാണ്. നിങ്ങളുടെ ശബ്ദം ലോകം കേൾക്കേണ്ടതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഈ ലോകത്തിന് ആവശ്യമാണ്. ദൈവത്തിന്റെ കരവേലകളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളും തള്ളപ്പെടുന്നില്ല.
ഒരാളും മറക്കപ്പെടുന്നില്ല. എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിക്കപ്പെടുന്നു. ഈ സംഗമം നിങ്ങളുടെ ഉള്ളിലെ മറഞ്ഞിരിക്കുന്ന ശക്തികളെ ഉണർത്തട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിടരട്ടെ. നിങ്ങളുടെ സ്നേഹവും സമാധാനവും ലോകത്തിലേക്ക് ഒഴുകട്ടെ. വിശുദ്ധ ഗ്രന്ഥം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ യാത്ര പ്രകാശമുള്ളതാകട്ടെ, ധൈര്യപൂർണമായിരിക്കട്ടെ, അനേകർക്ക് പ്രചോദനം നൽകുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും തിരക്കിനിടയിലും ഞങ്ങൾക്ക് ഈ സമയം മാറ്റി വെച്ചതിന് സിസ്റ്റിന്, എന്റെ മാമിയും കൂടിയാണ്, ഒരുപാട് നന്ദി. അടുത്തതായി മുഖ്യാതിഥിയെ എത്തിയിരിക്കുന്നത് നാട്ടിലും UK-യിലുമായി സേവനമനുഷ്ഠിച്ചു വരുന്ന നേഴ്സാണ് ശ്രീമതി ഗ്രേസി ആന്റണി. ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചോളുന്നു. ഹലോ എവരിവൺ. ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്നേഹസംഗമം മീറ്റിനെ കുറിച്ച് ഞാൻ ആദ്യമായാണ് അറിയുന്നത്. എന്റെ സ്നേഹപൂർവ്വം മീറ്റിലേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. എങ്കിലും ഞാൻ യെസ് പറഞ്ഞു. എന്നാൽ ബഹുമാനപ്പെട്ട സോളമൻ അച്ഛന്റെയും മറ്റു സഹപ്രവർത്തകരുടെയും കരുതലും സ്നേഹവും കൊണ്ട് ഒരു മഹത്തായ പ്രവർത്തനമാണ് എന്നറിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ആദ്യമായി പ്രിയപ്പെട്ട സോളമൻ അച്ഛനോടും മറ്റുള്ളവരോടും ഞാൻ എന്റെ ആദരവും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. എല്ലാറ്റിനുപരിയായി പരിമിതികളെ അതിജീവിച്ച് സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സന്തോഷപൂർവ്വം ജീവിതം നയിക്കുന്ന ഒരുപാട് പേർ ഇതിലെ അംഗങ്ങളാണെന്ന് അറിയുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അവരെ അഭിനന്ദിക്കാൻ വാക്കുകളില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾ തനിച്ചല്ല, ഒരുപാട് പേർ നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാത്തിനുപരിയായി സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ നമ്മുടെ കാര്യത്തിൽ നമ്മേക്കാൾ കൂടുതൽ ശ്രദ്ധാലുവാണ്. നമ്മൾ സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നങ്ങൾ കാണണമെന്നാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ലൈറ്റ് APJ അബ്ദുൽ കലാം എന്ന മഹാനായ വ്യക്തി പറഞ്ഞു വെച്ചിട്ടുള്ളത്. All our dreams can come true if you have the courage to pursue them. അത് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്: നമ്മൾ ധൈര്യപൂർവം സ്വപ്നത്തെ പിന്തുടരുകയാണെങ്കിൽ സ്വപ്നം സത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. ആകസ്മികമായി എന്തും സംഭവിക്കാം ആരുടെയും ജീവിതത്തിൽ. ശ്രീരാജ് എന്ന 4ാം ക്ലാസ്സുകാരൻ ജീവിതം എന്തെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ മകൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ശ്രീരാജ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കണ്ണിന്റെ ഞരമ്പിനെ നിർജീവമാക്കുന്ന അസുഖം ഉണ്ടാകുന്നത്. അതുമൂലം കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. നിർജ്ജന കുടുംബത്തിന്റെ പ്രതീക്ഷകളെല്ലാം അതോടെ അസ്തമിച്ചു. എന്നാൽ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ശ്രീരാജ് ജീവിതം തിരികെ പിടിക്കുക എന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ആ മകൻ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തളർന്നിരിക്കാതെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹപാഠികളുടെയും മറ്റു നല്ല മനുഷ്യരുടെയും സ്നേഹവും കരുതലും പരിശ്രമവും കൊണ്ട് വിധിയോട് മത്സരിച്ച് ശ്രീരാജ് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. മലയാളത്തിലും സൈക്കോളജിയിലും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഡിപ്ലോമ നേടി. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി ശ്രീരാജ് സംസാരിക്കുന്നു. വിദ്യാഭ്യാസ ഘട്ടങ്ങൾക്ക് പുറമെ കുതിരസവാരിയും ഡ്രൈവിംഗും കരസ്ഥമാക്കി. ഇതാണ് കാഴ്ചയുടെ പരിമിതിയെ വെല്ലുവിളിച്ച് ജീവിത വിജയം നേടിയ വ്യക്തിയായ ശ്രീരാജിന്റെ കഥ. എനിക്ക് തോന്നുന്നു അംഗപരിമിതികൾ നേരിടുന്നവരോട് പൊതുസമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട്. അവരെ ബഹുമാനിക്കാനും കരുണയുള്ളവരാകാനും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും നിലവിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കാൻ അവരെ സഹായിക്കുകയും വേണം. പരസ്പരം സഹായിക്കാൻ നാം ബാധ്യസ്ഥരാണ്. വെല്ലുവിളികളെ നേരിടുന്നവരുടെ ജീവിതം മനസ്സിലാക്കി അവരെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും നമുക്ക് അവരെ സഹായിക്കാം.
ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. ആകസ്മികമായി എന്തും സംഭവിക്കാം ആരുടെയും ജീവിതത്തിൽ. എന്നാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് രോഗമാകാം, ഉറ്റവരുടെ മരണമാകാം, അപകടങ്ങളുടെ പരിണിത ഫലമാകാം, എന്തുമാകട്ടെ മനസ്സ് തളരാതെ നോക്കാൻ നമുക്ക് സാധിക്കണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇപ്പോൾ 10ൽ 6 പേരും മാനസിക വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ്. ചെറുതും വലുതുമായ അസ്വസ്ഥതകൾ, ആൻസൈറ്റി, സ്ട്രെസ് മുതലായവ മനസ്സിനെ തളർത്തുന്നു. ഇവയെല്ലാം മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന അവസ്ഥയാണ്. തിരിച്ചറിഞ്ഞ് അതിൽ നിന്നെല്ലാം നാം മോചനം നേടണം. എന്നാലേ വിവേകപൂർവ്വം ചിന്തിക്കാനും പ്രബുദ്ധരായി പ്രവർത്തിക്കാനും സാധിക്കൂ. മനസ്സിന്റെ ആരോഗ്യം ഉണ്ടെങ്കിലേ ശരീരത്തിന്റെ ആരോഗ്യം പൂർണ്ണമായി എളുപ്പത്തിൽ സുഖപ്പെടുത്താൻ ഡോക്ടർക്ക് പോലും സാധിക്കൂ. ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ ഇവ മൂന്നും ചേർന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അതാണ് നല്ല ചിന്തകൾ നമുക്ക് വളർത്തിയെടുക്കാം. നല്ല ചിന്തകൾ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുവാനും നല്ലത് പ്രതീക്ഷിക്കുവാനും പ്രതിസന്ധികൾ നേരിടുവാനും ജീവിതത്തിലെ നല്ലത് കാണുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുവാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് എനർജിയാണ് ഉത്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മെ സങ്കടപ്പെടുത്തുന്നവയാണെങ്കിലും വളരുവാനുള്ള അവസരമായി അതിനെ കാണുക. മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നല്ല മാനസികാരോഗ്യത്തിന് ചില നല്ല കാര്യങ്ങൾ ദിനചര്യയിൽ ഉൾപ്പെടുത്താം. എപ്പോഴും കർമ്മനിരതരാകുക. നമ്മൾ വെറുതെ അലസരായി ഇരിക്കരുത്. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. ജീവിതം വളരെ ഷോർട്ടും. അടുത്തത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വായന നമ്മുടെ ശീലമാക്കണം. വായനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് ഗീവ് എന്ന് വെച്ചാൽ മദർ തെരേസ ഓഫ് കൽക്കട്ട പറഞ്ഞിരിക്കുന്നത് ഒരു പുഞ്ചിരി ഒരാൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് എന്നാണ്. അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ കൊടുക്കുന്ന വ്യക്തിക്കാണ് അതിന് ഗുണം കൂടുതൽ ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ കൊടുക്കുന്നതോടൊപ്പം ലഭിക്കുകയും ചെയ്യുന്നു. എല്ലാം നമ്മളിൽ ഹാപ്പി ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ കാരണമാകും. പിന്നെ മറ്റൊന്ന്, ദൈവവിശ്വാസം മാനസികാരോഗ്യവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പരീക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മെ സഹായിക്കുന്നു. ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം നന്മയ്ക്കായി പരിണമിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾക്ക് ഒരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നത് ഇതാണ്. പൗലോസ്ലീഹ റോമൻസ് എഴുതിയ 12-ാം ലേഖനം 9-ാം അധ്യായം. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കരം ആയിരിക്കട്ടെ. തിന്മയെ നിരീക്ഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. പുതുവത്സരത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഞാൻ പുതുവത്സരത്തിൽ മകൻ അയച്ച ഒരു വീഡിയോ കാണാനിടയായി. അതിലെ പാട്ടിന്റെ വരികൾ ഇതാണ്: വെളുപ്പിനെഴുന്നേറ്റൻ യേശുവിനോടെന്റെ കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു വയ്ക്കും. ഇന്നു ഞാൻ എന്തെല്ലാം ചെയ്താലും അതിലെല്ലാം നാഥ നിന്നെ ഉൾപ്പെടുത്തും. നിന്നിഷ്ടം അറിഞ്ഞെല്ലാം നിർവഹിക്കും. ഓരോ ചിന്തയും ബുദ്ധിയിൽ ഉദിക്കുമ്പോൾ സ്തുതി മനസ്സിനെ മന്ത്രമാക്കും. ഓരോ വ്യക്തിയും അരികിലണയുമ്പോൾ നിങ്ങൾക്കും കാണുമെന്നകക്കണ്ണുകൾ. ഞാനും എന്നേശുവും ഒന്നിച്ചു നിന്നാൽ ലക്ഷ്യം നേടാം, വിജയം വരിക്കാം. ഞാനും എന്നേശുവും ഒന്നിച്ചു നിന്നാൽ ലക്ഷ്യം നേടാം, വിജയം വരിക്കാം. വെളുപ്പിനെഴുന്നേറ്റൻ യേശുവിനോടെന്റെ
കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു വെക്കും. ഇന്നു ഞാൻ എന്തെല്ലാം ചെയ്താലും അതിലെല്ലാം നാഥ നിന്നെ ഉൾപ്പെടുത്തും. നിന്നിഷ്ടം അറിഞ്ഞെല്ലാം നിർവഹിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പഴകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ നല്ലവരായി, കൂടുതൽ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കാം ഈ പുതുവർഷത്തില്. എല്ലാവരോടും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ തിരക്കിനിടയിലും ഞങ്ങൾക്കായി സമയം മാറ്റിവെച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. അവസാനമായി നന്ദി പറയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ദർശനയിലെ ശ്രീ ശശി പുതുർത്തിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പൽ CMI അച്ഛനെ ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടനം നടത്താനായി എത്തിയ റവറൻ സിസ്റ്റർ ലില്ലി ജോസഫിനെ ചീഫ് നന്ദി അറിയിക്കുന്നു. മുഖ്യാതിഥിയായി എത്തിയ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഗ്രേസി ആന്റണി അവർക്ക് നന്ദി അറിയിക്കുന്നു. ആശംസ പറയാനായി ജിഷോയി എത്തിയില്ല, എന്നാലും അവർക്കും നന്ദി പറയുന്നു. വളരെ മനോഹരമായി അവതരണം നടത്തിയ ശ്രീമതി CV ജോജു അവർക്ക് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന ഗാനം നടത്തിയ ആനി ചേച്ചിക്ക് നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായി സ്വാഗതം പറഞ്ഞ ലിറ്റി അവർക്കും സ്വാഗതം അറിയിക്കുന്നു. സ്വാഗതമല്ല, നന്ദി അറിയിക്കുന്നു. വളരെ വ്യക്തതയോടുകൂടി റിപ്പോർട്ട് വായിച്ച ശ്രീ ജോസേട്ടനെ നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു ഷജേട്ടാ. ഇതോടെ 238ാമത് സ്നേഹസംഗമം ഇവിടെ അവസാനിക്കുന്നു.